ഗുഡ് മോർണിംഗ്. അപ്പം ഉണ്ടല്ലോ, ഞാൻ മൾബറിയുടെ അടുത്ത് വന്ന് നോക്കിയപ്പോൾ അതിലൊരുപാട് കായ പിടിച്ചിരിക്കുകയാണേ. ഇതെങ്ങനെയാണ് പിടിച്ചതെന്നറിയോ? ഞങ്ങളുടെ വീട്ടിൽ തേങ്ങ ഇടാൻ വന്നപ്പോൾ മടൽ വീണിട്ട് മൾബറീൻ്റെ കൊമ്പ് പൊട്ടിപ്പോയിരുന്നേ. അത് പൊട്ടിയതിൻ്റെ ശേഷം പിന്നെ ഒരുപാട് ഇലകൾ തിളർത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിലാണ് ഇപ്പം ഇങ്ങനെ ഒരുപാട് കായ ഉണ്ടായിട്ടുള്ളത് കേട്ടോ. അപ്പം നമ്മളെ വീട്ടിലൊക്കെ മൾബറി ഇല്ലെങ്കിൽ ഇങ്ങനെ കൊമ്പ് വെട്ടിക്കൊടുത്താൽ മതി, പുതുതായിട്ടുണ്ടാവുന്നതിൽ ഒരുപാട് കായ ഉണ്ടാവേ. അങ്ങനെ മൾബറി കഴിഞ്ഞ് ഞാൻ ഇതാ നമ്മളെ റംബുട്ടാൻ്റെ അടുത്ത് വന്ന് നോക്കിയപ്പോൾ ഒരുപാട് ഇലകൾ ഇങ്ങനെ തിളർത്ത് വന്നിരിക്കുകയാണ്. ഞാൻ റംബുട്ടാൻ എപ്പോഴും വന്ന് നോക്കുന്നൊരു സാധനമാണ് കേട്ടോ. എന്തെങ്കിലും ഒരു ഗ്രോത്ത് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ കുഴിച്ചിട്ടതാണേ. അപ്പോൾ അങ്ങനെ ആ ഒരു തിളർത്ത ഇലയൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. നമ്മൾ പുതുതായിട്ട് ചീര ഇവിടെയാണ് കേട്ടോ പാകിയിട്ടുള്ളത്. ഇവിടെ വെറുതെ ഇങ്ങനെ കിടക്കായിരുന്നു, കുറേ കഴുങ്ങും തെങ്ങൊക്കെ ഉള്ള സ്ഥലമായതുകൊണ്ട് തന്നെ വെറുതെ ഇങ്ങനെ കിടക്കായിരുന്നു ഈ സ്ഥലം. അപ്പോൾ അവിടെ ഒന്ന് ചീര കൃഷി ചെയ്യാലോ എന്ന് വിചാരിച്ചേ. എപ്പോഴും ചീരയാണല്ലേ, അത് എളുപ്പമാണ് നമുക്ക് ചീര കൃഷി. പിന്നെ ചീര നല്ലതാണല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ചീര കൃഷി ചെയ്യുന്നത്. വേറെയും കൃഷി ചെയ്യുന്നുണ്ട്, പക്ഷെ ചീരയോട് എന്തോ ഒരു ഇഷ്ടമുണ്ട്. അപ്പോൾ ഒരുപാട് ഇതങ്ങനെ തിളർത്ത് വന്നിട്ടുണ്ട്. ഇത് പച്ച ചീരയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചുവന്ന ചീര ഇപ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതും കുറച്ച് വലിപ്പമായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സൂം ചെയ്തിട്ടാണ് കാണിച്ചിരുന്നത്, കാരണം അതിൻ്റെ അടുത്തേക്ക് ഇറങ്ങണമെങ്കിൽ താഴെ പറമ്പിലേക്ക് ഇറങ്ങണമല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ നിന്നാണ് കാണിക്കുന്നത് കേട്ടോ. കുറച്ചുകൂടി വലുപ്പമായ നല്ലോണം കാണാൻ പറ്റും. അപ്പം നമ്മുടെ ആദ്യത്തെ ചീര കുറേ തണ്ടൊക്കെ പൊട്ടിച്ചിട്ടാണ് ഉപ്പേരിക്ക് വേണ്ടി എടുക്കാറുള്ളത്. ഇത് ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി ഒരു പ്രാവശ്യം കൂടെ നമുക്ക് പറിക്കാനുണ്ടാവും. അതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് വേറെ എന്തെങ്കിലും കൃഷി ചെയ്യാം. ഞാൻ മുളക് കൃഷി ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് മുളകിൻ്റെ തൈകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ വലുപ്പമായിട്ട് മാറ്റി കുഴിച്ചിടാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഈ ചീരക്കൊക്കെ ഒന്ന് നനച്ച് കൊടുക്കട്ടെ എന്ന് വിചാരിച്ചു. നല്ല വെയിലല്ലേ, 2 നേരമൊക്കെ നനയ്ക്കാറുണ്ട്. എന്നാൽ തന്നെ ഇവർക്ക് ഒരു ഉഷാറില്ലാത്ത പോലെയാണ് നിൽക്കുക. അപ്പോൾ അങ്ങനെ നനച്ചൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് എന്നും ഈ വഴി വരാറുണ്ട്. പക്ഷെ ഞാൻ ഇയാളെ കാണാറേ ഇല്ല. ആരാന്നറിയോ? നമ്മൾ മുരിങ്ങക്ക ഇത്ര വർഷമായി കുഴിച്ചിട്ടിട്ട് അറിയാം, മുരിങ്ങക്കായ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് എപ്പോഴും വെട്ടി കൊടുക്കാറാണ്. ആ വെട്ടി കൊടുത്തതിൽ ഇപ്പോൾ ആദ്യമായിട്ടൊരു മുരിങ്ങക്കായ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായിട്ടോ. അപ്പോൾ ഇന്ന് മുരിങ്ങക്കായ എടുത്തിട്ട് സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ മുരിങ്ങക്കായ കിട്ടിയ ഒരു സന്തോഷത്തിലായിരുന്നു ഞാൻ. അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ, ബൈ.